ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പഴം കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിലും തയ്യാറാക്കി എടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മീഡിയം പഴുപ്പുള്ള പഴമാണ്. ഒരുപാട് അങ്ങ് നന്നായിട്ട് പഴുത്തു പോയ പഴം ഇതിനെടുക്കരുത്. അതുപോലെ നേന്ത്രപ്പഴത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത്, എത്രയാണോ പഴം എടുക്കുന്നത്, അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റാക്കി എടുക്കുക. എന്നാലാണ് ഇതിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കട്ട കട്ടയായിട്ട് കിട്ടും. അതാണ് വേണ്ടത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഈ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സബോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള സബോളയും ഒരു 3 പച്ചമുളകുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു പലഹാരം ഉപ്പും മധുരവും എരിവൊക്കെ ആയിട്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. ഞാനിവിടെ ഇതേപോലെ വലിപ്പത്തിലുള്ള 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ സ്പൂണും നിറയെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും കിട്ടുന്നത് ഈ ഒരു കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ കഴിവെന്നും നോക്കുക. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വലിപ്പത്തിലോ ഷേപ്പിലോ ആകൃതിയിലോ വേണമെങ്കിലും ഇത് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ കാണാനും കഴിക്കാനും നല്ലൊരു ഭംഗിയും പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഞാനിതിലിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിവിടെ അടുത്തത് ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടാണ് ഇരിക്കുക, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മുഴുവനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, അതായത് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മുങ്ങിക്കിടന്നിട്ട് അത് പൊടിഞ്ഞു പോവും. ആദ്യം ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. പിന്നെ ഇതിന് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എങ്കിലേ എല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേവ് പോരാ, കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന മുകൾ ഭാഗം വെന്ത് കിട്ടിയ പോലെ തന്നെ താഴത്തെ ഭാഗവും കൂടി വെന്ത് കിട്ടണം. എങ്കിലാണ് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം നമുക്ക് റെഡിയായി കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ എല്ലാം എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടി. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.